ഹലോ, നമ്മളിത് സായിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് മൈസൂരേക്ക് പോവുമായിരുന്നു. ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇൻ ബിറ്റ്വീൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ വയനാട്ടിലിറങ്ങി. അത് കഴിച്ച് നേരെ മൈസൂരേക്ക് വിട്ടു. അന്തവേദ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അരുൺ ഐസ്ക്രീമിൻ്റെ കോട്ടൺ ക്യാൻഡി എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലെത്തി. അവിടെ പുറത്ത് നമുക്കൊരു ബ്യൂട്ടിഫുൾ ബാൽക്കണിയൊക്കെ ഉണ്ടായിരുന്നു, ഫുൾ ഗ്രീനറി. അതെ, അവിടെ പൂളും കാര്യങ്ങളും. പക്ഷെ നമുക്ക് പൂളൊന്നും ഇറങ്ങാനുള്ള ടൈം കിട്ടിയിട്ടില്ല. വൈകുന്നേരത്തെ അപ്പോഴത്തേക്ക് നമ്മളുടെ ബ്രൈഡും ഗ്രൂമും എത്തി. നമുക്ക് പാൻ ഉണ്ടായിരുന്നു, ഒരുപാട് ചാറ്റ് സെഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റാർട്ടേഴ്സ് ആണെങ്കിലും എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഞാനും സായും അവിടെ ഇവിടെയൊക്കെ നടന്ന് ഈവൻ ഷുഗർ കെയിൻ്റെ ജ്യൂസും ഒരുപാട് സാധനങ്ങളുണ്ടായത്. ഇതൊക്കെ നമ്മളെ സായിൻ്റെ ഫ്രണ്ട്സും ടീംസുമാണ്. ഒരു അടിപൊളിയായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു. ഞങ്ങൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെ ഫാമിലി, ബ്രൈഡായിക്കോട്ടെ ഗ്രൂമിൻ്റെ സൈഡിലായിക്കോട്ടെ, രണ്ട് സൈഡിലും കണ്ടില്ലേ, ഇത് ബ്രൈഡിൻ്റെ അമ്മയും കസിൻസൊക്കെയാണ്. അത് കസിൻസും ഫാമിലിയിലെ അങ്കിൾസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഒരേപോലെ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ആരും അങ്ങനെ ഒരു മടിയോ ഹെസിറ്റേഷനോ ഒന്നും കാണിക്കാതെ. പിന്നെ ഫുഡിൻ്റെ സെഷൻ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഈവൻ വെജിറ്റേറിയൻ ഫുഡ് ഇത്രയും അടിപൊളിയാക്കാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. പിന്നെ നമ്മളെ ബ്രൈഡ് ഒരു ഡ്രസ് ചേഞ്ചിനൊക്കെ ശേഷം അവരുടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഡാൻസായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അങ്ങ് വൈബ് ചെയ്തു. അതിനുശേഷം മെയിനായിട്ട് നമ്മളുടെ പരിപാടി ഏറ്റവും ഫൺ പാട്ടുണ്ടായിരുന്നത് ഒരു വടംവലിയിലായിരുന്നു. കണ്ടില്ലേ, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ടീം തമ്മിലുള്ളൊരു കടുത്ത മത്സരമായിരുന്നു. പക്ഷേ മത്സരത്തിൽ അവസാനം നമ്മൾ ബ്രൈഡ് അങ്ങ് വീണ്. പക്ഷെ അതൊരു ഫണ്ണായിരുന്നു, ഡ്രസ്സായിരുന്നു. അങ്ങനെ നമ്മളുടെ അന്നത്തെ ഫങ്ഷൻ ഒരുവിധമൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് ഫോട്ടോ സെഷൻസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നേരെ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ കല്യാണത്തിനായിട്ട് ഉറങ്ങി എണീച്ച് സെറ്റായി വന്നു. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.